ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്, ബീഡ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളിതുപോലെ ഇവിടെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ്. ഇത്ര പാറ്റേൺ വരയ്ക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്കും വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന പാറ്റേണിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാറ്റേൺ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ റൗണ്ട് നെക്കിലാണ് കേട്ടോ ഇന്നത്തെ പാറ്റേൺ വരുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് നമ്മളിതുപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് വരച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ സിക്സാഗ് പോലെ വരയ്ക്കത്തില്ലേ, സിക്സാഗ് സ്റ്റിച്ച് നമ്മൾ ചെയ്യത്തില്ലേ, അതുപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. രണ്ടെണ്ണമാണ് വരച്ചു കൊടുക്കേണ്ടത്. ഓരോ ഇതിലും രണ്ട് ലൈൻസ് അല്ല, സിക്സാഗ് സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. രണ്ടെണ്ണം വരച്ചു കൊടുക്കണം. ഇങ്ങനെ വരച്ചു കൊടുക്കുക, കണ്ടോ, ഇതുപോലെ വരച്ചു കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ആ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡോട്ട് ഒരു റൗണ്ട്, ഒരു ഡോട്ട് ഒരു റൗണ്ട്, അങ്ങനെ വേണം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സ്പേസ് വിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. കണ്ടോ, വളരെ സിമ്പിളല്ലേ ഈ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ സിക്സാക്ക് വരച്ചു കൊടുത്തില്ലേ, അതേപോലെ തന്നെ വീണ്ടും അങ്ങനെ തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കട്ടെ. ഈ 3 ഇതേ വരുന്നുള്ളൂ, നമ്മുടെ പോർഷനിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഇവിടെ നിന്ന് തൊട്ട് താഴത്തേക്ക് തുടങ്ങി ആ ഒരു 10 ഇഞ്ചിലൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നു കേട്ടോ. 10 ഇഞ്ചിൽ നിൽക്കില്ലേ, ഈ ഒരു വർക്ക് 10 ഇഞ്ച് വേണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതായത് റെഡ് കളറിലുള്ള ഈ ഒരു ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചൊന്ന് വലിയ സൈസാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ സൈസ് എടുത്താൽ മതി ബീഡ്സ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ബീഡ്സാണ്. അപ്പോൾ ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിളോ ട്രാൻസ്പെറൻറ്റിൻ്റെ ഗോൾഡോ അല്ലാതെ ഗോൾഡിൻ്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ ഷെയ്ഡ് വരുന്നതോ ഗോൾഡൻ്റെയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ബീഡ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എന്ത് ചെയ്യണം, മെറ്റീരിയൽ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് ആണ് വെച്ചെടുക്കേണ്ടത്. നീഡ് നമ്പർ 12 നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ജോർജറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇതിൽ വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വീതമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിക്സാഗ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ 3 എണ്ണം വെച്ച് അങ്ങനെ വേണമെങ്കിലും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ കട്ട് ബീഡ്സ് വീതം തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഷേപ്പ്, അതായത് ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കട്ട് ബീഡ്സ് തന്നെയാണ് വെച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിസൈന് കട്ട് ബീഡ്സ് ആണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. ഒരു 10-20 രൂപയുടെ കട്ട് ബീഡ്സൊക്കെ മതി കേട്ടോ. 20 രൂപയുടെ വേണ്ടാന്ന് തോന്നുന്നു. അത്രയും മതി ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബീഡ്സ് എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നീല കളർ മെറ്റീരിയലിന് ചുവപ്പ് ചേരും എന്ന് തോന്നി, അതുകൊണ്ടാണ് ചുവപ്പ് കളർ എടുത്തിട്ടുള്ളത് ബീഡ്സ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ നീല കളറാണ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ നീല ആവണമെന്നില്ലല്ലോ മെറ്റീരിയൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിന് ചേരുന്ന ബീഡ്സ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ബീഡ്സ് ഇതേ സെയിം ആൻറ്റിക്കിൻ്റെ തന്നെ എടുത്താലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ആ ഒരു റൗണ്ടിലായിട്ട് ഈ ഒരു റെഡ് കളർ കട്ട് ബീഡ്സ് അല്ല ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചുറ്റിനും ഇനി കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ബീഡ്സ് വെച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അതൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളിതിൽ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വളരെ സിമ്പിളല്ലേ. നമ്മൾ സെൻറ്ററിലായിട്ട് ഗോൾഡൻ്റെ റെഡ് ബീഡ്സ് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചുറ്റിനും ആയിട്ട് കട്ട് ബീഡ്സ്, ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് വെച്ച് കൊടുത്തു. അത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മളിവിടെ സിക്സാഗ് വരച്ചു കൊടുത്ത ആ ഒരു ഷേപ്പിലായിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു റൗണ്ട് വരച്ചു കൊടുത്ത സ്ഥലത്തായിട്ട് ബീഡ്സ് വെച്ച് കൊടുത്ത് ചുറ്റിനും കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ, അതായത് ഒരു കംപ്ലീറ്റ് ഒരു 2 മണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ ഡിയേഴ്സ്. താങ്ക്